ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്ന നിയമമാണ് വഖഫ് നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒബ്സർവേഷൻ. സത്യത്തിൽ എനിക്കൊക്കെ അഭിമാനമുണ്ട്. ഞങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞ പോയിന്റുകൾ ഇന്നലെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. അതായത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, വൈഷ്ണവദേവി ക്ഷേത്രത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്തത് വഖഫ് ബോർഡിലേക്ക് വരുമ്പോൾ അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം ചോദിച്ചത് സുപ്രീം കോടതി ഇന്നലെ ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സത്യത്തിൽ JPC എന്ന് പറയുന്ന പാർലമെന്റ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാർലമെന്ററി ബോഡിയെ നോക്കുകുത്തിയാക്കിയിട്ടാണ് ഈ നിയമം പാർലമെന്റിലേക്ക് അവതരിപ്പിച്ചത്. JPC ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ JPCക്ക് പവറൊന്നും ഇല്ലായിരുന്നു. അതിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കൊന്നും ഒരു വോയിസും ഇല്ലായിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം കേട്ടില്ലായിരുന്നു. പാർലമെന്റിലാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച രാവിലെ വരെ ചർച്ച ചെയ്ത് ഉന്നയിച്ച ഒരു കാര്യം പോലും അംഗീകരിക്കാതെയാണ് ഈ നിയമം ധൃതി പിടിച്ച് പാസ്സാക്കിയത്. പക്ഷേ ആ പാസ്സാക്കിയ നിയമം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള, അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് എന്നുള്ള കാര്യം സുപ്രീം കോടതി പ്രാഥമിക നിരീക്ഷണത്തിലൂടെ വന്നു. ഇത് ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണെന്ന് ഞങ്ങളും പറയുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് എന്താണ്, പാർലമെൻറ്റിനടുത്ത് പോലും സപ്രസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾ ഒരു വിശാലമായ ചർച്ചയ്ക്ക് സുപ്രീം കോടതി വഴിയൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം.